നമസ്കാരം, എൻ്റെ പേര് അൻവർ, സ്ഥലം മുനമ്പം. നിങ്ങളിൽ പലർക്കും എന്നെ അറിയാമായിരിക്കും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പരിചയപ്പെടുത്താം. ആ, എന്തൊക്കെയാണ് വിശേഷം? നല്ലതല്ലേ മോനെ. ചാളയുണ്ട്, കൊഴുവുണ്ട്, ചെമ്മീനുണ്ട്. ചാളെന്തോല? ചാള 110 രൂപ. ഇന്നലെ 90 ഉണ്ടായുള്ളു. ഇന്നലെ അവിടുത്തെ വിലയാണ്. ഹാർവള്ളി മീനില്ലല്ലോ. അങ്ങാടി ചെന്ന 50 രൂപ കിട്ടുമല്ലോ. പിന്നെയാണ് നീ ഞങ്ങളോട് കൂട്ടി അടിക്കണ. ഇല്ലത്താ, ഹാർവള്ളി മീൻ കുറവാണ്. ഇന്ന് എല്ലായിടത്തും ഈ വിലയാണ്. എടുക്കട്ടെ? പിന്നെ എല്ലായിടത്തും ഈ വില. നീ ഞങ്ങളുടെയൊക്കെ കാശ് കൊണ്ടല്ലേ ഇന്നെളിഞ്ഞ് നടക്കണത്. അത് നീ മറക്കല്ലേ ഏട്ടാ. തിരിച്ച് നാട്ടിലെത്തി ഞാൻ ജീവിക്കാൻ വേണ്ടിയാണ് മീൻ കച്ചവടം ചെയ്തത്. അതിൻ്റെ അവസ്ഥ ഒരുപാട് വിഷമമുണ്ടായി, പക്ഷെ ഞാൻ തളർന്നില്ല. ആപ്പിൾ എന്താ വില? ആപ്പിൾ 200 രൂപ സാറേ. ഓറഞ്ചാ? ഓറഞ്ച് 1.5 കിലോ 100. നല്ല ആപ്പിളാണോടോ? നല്ല ആപ്പിളാണ് സാറേ. തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്നാ താനല്ലേ എന്തോ പ്രശ്നത്തിൽപ്പെട്ടിട്ട് സഹായം വേണമെന്നൊക്കെ ന്യൂസിൽ കാണിച്ചിരുന്നത്? അതെ സാറേ, അത് ഞാനാണ്. എടാ, നിനക്ക് മനസ്സിലായില്ലേ നമ്മളന്ന് ഫണ്ടൊക്കെ അയച്ചു കൊടുത്തത്? ഓ, നമ്മുടെ ജലീലിക്ക് പറഞ്ഞ കേസ്. ഒരു കിലോ ആപ്പിളും 1.5 കിലോ ഓറഞ്ച് കൊടുക്കുക. ഇതൊക്കെ നല്ലതാണോടോ? നല്ലതാണ് സാറേ. കുട്ടികൾക്ക് കഴിക്കേണ്ടതാണ്. എത്രയാടോ? 300 രൂപ. സാറേ ബാക്കി താ വെച്ചോ. വെച്ചോടോ സാറേ. നാട്ടിൽ നിന്ന് മാറി കുറച്ചകലെ പോയി നിന്ന് നോക്കി. അപ്പോഴും വാപ്പി, പാത്തുക്കുട്ടി, എൻ്റെ ക്ലാസ്സിലെ മെഹറാൻ്റെ വാപ്പി ഗൾഫിൽ നിന്ന് വരുമ്പോൾ കുറേ ചോക്ലേറ്റും കുറേ കളിപ്പാട്ടങ്ങളും കൊണ്ടുവരാമെന്നറിഞ്ഞ്. അവളുടെ വാപ്പി വലിയ ഏതോ കമ്പനിയിലെ വലിയ ജോലിയാന്നാ പറയണേ.
എന്നിട്ട് മെഹ്റാനോട് ചോദിച്ചു പാത്തുവിൻ്റെ വാപ്പിച്ചൻ്റെ ജോലി എന്താന്ന്. ശരിക്കും വാപ്പിച്ചിൻ്റെ ജോലി എന്താ? ഞാൻ എന്ത് പറയും വാപ്പിച്ചി മെഹ്റാനോട്? വാപ്പിയുടെ പാത്ത് പോയി നല്ല ഉടുപ്പൊക്കെ ഇട്. നിൽക്കാന് പോണ്ടേ? വാപ്പി ഒന്ന് പള്ളിയിൽ പോയിട്ട് വരാം. ചെല്ല്, ഉമ്മച്ചെടുത്ത് പറ. ഓരോ പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. നമ്മൾ അത് പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകാം, അത്ര തന്നെ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ എന്ത് പറയാനാണ്? അടുത്ത കമ്മിറ്റിയിലെങ്കിൽ നമുക്കൊരു തീരുമാനത്തിലെത്തണം. അസ്സലാമു അലൈക്കും. അലൈക്കും അസ്സലാം. എന്തുകൊണ്ട് എൻ്റെ വിശേഷം? നല്ല വിശേഷമൊക്കെ. നീ കൊച്ചിയനിച്ച് ഉൽഹിയത്ത് നടത്താന്ന് പറഞ്ഞിട്ട് എന്തായി? ഇതുവരെ ചെയ്തില്ലല്ല. ചെയ്യേക്ക. നീ ഒന്ന് പള്ളി കമ്മിറ്റി പറഞ്ഞാലേ, അതുകൊണ്ടല്ലേ കമ്മിറ്റിയിൽ അത് ചർച്ച ചെയ്ത്. നീ ഇങ്ങനെ തലയും കൂപ്പിട്ട് നിൽക്കാതെ എത്ര പെട്ടെന്ന് ചെയ്യേ. അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ചെയ്യേക്ക. അങ്ങനെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ചെയ്യാന്ന് എല്ലാവരും വിചാരിച്ചിരുന്നെങ്കിൽ ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വായിക്കാം. വാപ്പി, പാത്തുവിൻ്റെ ഉടുപ്പ് എങ്ങനെയുണ്ട്? വാപ്പിയുടെ പാത്തു സുന്ദരിയല്ലേ? പാത്തുക്കുട്ടി നന്നായിട്ട് പഠിക്കുന്നു കേട്ടോ. പാത്തു, പാത്തു, നീ ഇവിടെ നിക്കണോ? വാ പാത്തു, നേരം വൈകി. ഇക്ക ഇവിടെ തന്നെ ഉണ്ടാവൂലോ, ഞങ്ങൾ നിക്കാഹിന് പോയിട്ട് വരാം. ഇക്ക, കറണ്ട് കാശ് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, അടയ്ക്കാൻ മറക്കല്ലേട്ടാ. മറക്കാതെ അടച്ചാ മതിയായിരുന്നു. എൻ്റെ മോളെ കണ്ട് കൊതിയിരുന്നേക്ക് മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോയത്. അവൾക്കന്ന് 3 മാസം പ്രായമായിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ പോയിട്ട് എൻ്റെ കുറ്റം കൊണ്ടൊന്നല്ല, ഒരു ചതിയിൽപ്പെട്ട് ഞാൻ അവിടെ ജയിലിലായി. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ മലയാളി യുവാവ് 8 വർഷത്തിലധികമായി ദുബായ് ജയിലിൽ കഴിയുകയാണ്. എറണാകുളം മുനമ്പം സ്വദേശി അൻവറാണ് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത്. സന്ദർശന വിസയ്ക്ക് ദുബായിലെത്തിയ അൻവറിന്റെ പാസ്പോർട്ടിന്റെ കോപ്പി ഉപയോഗിച്ചാണ് തന്റെ സുഹൃത്തായ മംഗലാപുരം സ്വദേശി മനാഫ് തട്ടിപ്പിനിരയാക്കിയിരിക്കുന്നത്. അൻവറിന്റെ പാസ്പോർട്ട് കോപ്പി ഉപയോഗിച്ച് മനാഫ് ദുബായിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുകയും പലർക്കും ചെക്കുകൾ കൊടുക്കുകയുമായിരുന്നു. പേരും മറ്റു വിശദാംശങ്ങളും അൻവറിന്റേതായതുകൊണ്ട് തന്നെ ഇദ്ദേഹം പിടിയിലുമായി. വിസ പോലും പതിക്കാത്ത തന്റെ പാസ്പോർട്ട് കാണിച്ച് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ അൻവർ ശ്രമിച്ചെങ്കിൽ കൂടി ഒന്നിനു പുറകെ ഒന്നായി കേസുകൾ വന്നത് അദ്ദേഹത്തിന് വിനയായി. 8 വർഷത്തിലധികമായി ഇദ്ദേഹം ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ഇപ്പോൾ ദുബായ് ജയിലിലാണ്. അൻവറിന്റെ മോചനത്തിനായി ദുബായ് ഗവൺമെന്റ് ആവശ്യപ്പെട്ട തുക 3.5 കോടി രൂപയാണ്.
ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അവർക്കറിയായിരുന്നു. പക്ഷെ എന്നെ ജീവനോടെ കാണാൻ പറ്റുമെന്ന് വീട്ടുകാർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. നാട്ടുകാരുടെ സഹായം കൊണ്ടും എൻ്റെ മോളുടെയും ഉമ്മാൻ്റെയും വൈഫിൻ്റെയൊക്കെ പ്രാർത്ഥന കൊണ്ടും ഞങ്ങൾക്കുണ്ടായ വീടൊക്കെ വിറ്റിട്ടാണ് ഞാൻ തിരിച്ച് നാട്ടിലെത്തിയത്. നിങ്ങളൊക്കെ സഹായിച്ചതിന് എനിക്ക് എല്ലാവരോടും നന്ദിയും കടപ്പാടുമുണ്ട്. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ്. ആ സമയത്ത് എൻ്റെ കുടുംബം എങ്ങനെ കഴിയണമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. എൻ്റെ വൈഫിന് തയ്യലറിയായിരുന്നു. അതുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. എൻ്റെ ഉമ്മ അതിൻ്റെ ഇടയിൽ വയ്യാണ്ടായി. ഉമ്മാനെ ഒന്ന് കാണാൻ പോലും എനിക്ക് പറ്റിയില്ല. മോനെ അൻവറേ, ഉമ്മ ഞങ്ങളെ വിട്ടുപോയി. എട്ട് വർഷം ഞാൻ അവിടെ അനുഭവിച്ചതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ജീവിതം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ നിനക്ക് എന്ന ഭിക്ഷയാണ് ഈ ജീവിതം എന്നൊരു മനോഭാവമാണ് സമൂഹം എന്നോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലും തോന്നണില്ല. എൻ്റെ മോളുടെ ചെറിയ ചോദ്യങ്ങൾക്ക് വരെ എനിക്ക് ഉത്തരവില്ല. ഒന്നുള്ളവർക്ക് ദുആ ചെയ്യാൻ പോലും പറ്റില്ല. ഏതൊരാൾക്കൊരു ദിവസമുണ്ട്. ഇന്നെൻ്റെ ദിവസമാണ്. ഒരുപക്ഷെ എൻ്റെ മാത്രം അനുഭവമായിരിക്കില്ല ഇത്. മറ്റുള്ളവരുടെ സഹായത്താൽ ജീവിതം തിരിച്ചു പിടിക്കാൻ ശ്രമിച്ച എല്ലാവരും തന്നെ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمد رسول الله
أشهد أن محمد رسول الله حي على الصلاة